എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നടക്കാൻ പോകുന്ന സിവിൽ പോലീസ് ഓഫീസർ എക്സാമിന് മുന്നോടിയായിട്ടുള്ളൊരു പരിശീലന ചോദ്യങ്ങളാണ്. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് ലഭിച്ചു എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം: കേരള പോലീസ് നിയമത്തിൽ പ്രത്യേക ബ്രാഞ്ചുകൾ, വിങ്ങുകൾ, സ്ക്വാഡുകൾ എന്നിവയുടെ രൂപവൽക്കരണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? കേരള പോലീസ് നിയമത്തിൽ പ്രത്യേക ബ്രാഞ്ചുകൾ, വിങ്ങുകൾ, സ്ക്വാഡുകൾ എന്നിവയുടെ രൂപവൽക്കരണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, സെക്ഷൻ 21. സെക്ഷൻ 21 കേരള പോലീസ് നിയമത്തിൽ പ്രത്യേക ബ്രാഞ്ചുകൾ, വിങ്ങുകൾ, സ്ക്വാഡുകൾ എന്നിവയുടെ രൂപവൽക്കരണം സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കുന്ന വകുപ്പ്. കേരള പോലീസ് നിയമവുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നവയിൽ ശരി ഏതാണ്? കേരള പോലീസ് നിയമവുമായി ബന്ധപ്പെട്ട് മുകളിൽ പറഞ്ഞിരിക്കുന്നതിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1ഉം 2ഉം ശരി. 1. സുരക്ഷ ഉറപ്പാക്കുന്നതിനോ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി പോലീസിന് സ്വകാര്യ സ്ഥലങ്ങളിൽ കയറാൻ കഴിയും. 2. ഈ സമയങ്ങളിൽ ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതാണ്. സുരക്ഷ ഉറപ്പാക്കുന്നതിനോ അപകടം ഒഴിവാക്കുന്നതിനോ വേണ്ടി പോലീസിന് സ്വകാര്യ സ്ഥലങ്ങളിൽ കയറാൻ കഴിയും. ഈ സമയങ്ങളിൽ ആചാരം, മര്യാദ, സ്വകാര്യത, ഔചിത്യം എന്നിവയ്ക്ക് മുൻഗണന നൽകേണ്ടതാണ്. കേരള പോലീസ് നിയമത്തിലെ 120 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റത്തിൻ്റെ ശിക്ഷ എന്താണ്? കേരള പോലീസ് നിയമത്തിലെ 120 വകുപ്പ് അനുസരിച്ചുള്ള കുറ്റത്തിന് ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, 1 വർഷം വരെ തടവോ 5000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ. 1 വർഷം വരെ തടവോ 5000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ ആണ് കേരള പോലീസ് നിയമത്തിലെ 120 വകുപ്പിനനുസരിച്ചുള്ള കുറ്റത്തിൻ്റെ ശിക്ഷ. ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം തെളിവ് എന്നതിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഭാരതീയ സാക്ഷ്യ അധിനിയം 2023 പ്രകാരം തെളിവ് എന്നതിൻ്റെ നിർവചനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എ, ബി എന്നിവ. എ, സാക്ഷികൾ നൽകുന്ന ഇലക്ട്രോണിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. സാക്ഷികൾ നൽകുന്ന ഇലക്ട്രോണിക് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ. ബി, കോടതിയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ. കോടതിയുടെ പരിശോധനയ്ക്കായി സമർപ്പിക്കുന്ന ഇലക്ട്രോണിക് ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകൾ. പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, എയും ബിയും മാത്രം ശരി. എ, 23 വകുപ്പ് പത്രമാധ്യമ പ്രവർത്തകർ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ വിശദമാക്കുന്നു. 23 വകുപ്പ് പത്രമാധ്യമ പ്രവർത്തകർ പാലിക്കേണ്ട നടപടികൾ വിശദമാക്കുന്നു. ബി, ഈ വകുപ്പ് പ്രകാരം കുട്ടിയുടെ സ്വകാര്യതയെയോ അന്തസ്സിനെയോ ഹനിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകരുത്. ഈ വകുപ്പ് പ്രകാരം കുട്ടിയുടെ സ്വകാര്യതയെയോ അന്തസ്സിനെയോ ഹനിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നൽകരുത്. സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ്. സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 42. സെക്ഷൻ 42 സെർച്ച് വാറണ്ട് പുറപ്പെടുവിക്കുന്ന സാഹചര്യങ്ങൾ വിശദമാക്കുന്ന BNSSലെ വകുപ്പ്. BNSSന്റെ ഏത് വകുപ്പാണ് സമൻസ് കേസ് നിർവചിക്കുന്നത്? BNSSന്റെ ഏത് വകുപ്പാണ് സമൻസ് കേസ് നിർവചിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സെക്ഷൻ 2 ക്ലോസ് എക്സ്. സെക്ഷൻ 2 ക്ലോസ് എക്സ് ആണ് BNSSന്റെ സമൻസ് കേസ് നിർവചിക്കുന്നത്. BNSSന്റെ 42 വകുപ്പ് പ്രകാരം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം താഴെ പറയുന്നതിൽ ആർക്കാണ് ലഭിക്കുക? BNSSന്റെ 42 വകുപ്പ് പ്രകാരം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം താഴെ പറയുന്നതിൽ ആർക്കെല്ലാമാണ് ലഭിക്കുക? ആൻസർ ഓപ്ഷൻ ബി, എയ്ക്ക് മാത്രം. എ, സായുധ സേനാംഗങ്ങൾ. സായുധ സേനാംഗങ്ങൾക്ക് മാത്രമാണ് BNSSന്റെ 42 വകുപ്പ് പ്രകാരം അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ലഭിക്കുക. BNS വകുപ്പ് 2 ക്ലോസ് 4 എന്തിനെ നിർവഹിക്കുന്നു? BNS വകുപ്പ്
2 ക്ലോസ് 4 എന്തിനെ നിർവഹിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി കൗണ്ടർ ഫീറ്റ്. BNS വകുപ്പിന്റെ 2 ക്ലോസ് 4 കൗണ്ടർ ഫീറ്റിനെ നിർവഹിക്കുന്നു. 7-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യത്തിന് ശിക്ഷയിളവ് ലഭിക്കുന്നത് BNSന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? 7-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യത്തിന് ശിക്ഷയിളവ് ലഭിക്കുന്നത് BNSന്റെ ഏത് വകുപ്പ് പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 21. സെക്ഷൻ 21 പ്രകാരമാണ് 7-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യത്തിന് ശിക്ഷയിളവ് ലഭിക്കുന്നത്. BNSന്റെ ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള വകുപ്പുകൾ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിനെ വിശദമാക്കുന്നു. BNSന്റെ ഡാഷ് മുതൽ ഡാഷ് വരെയുള്ള വകുപ്പുകൾ റൈറ്റ്സ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിനെ വിശദമാക്കുന്നു. ആൻസർ ഓപ്ഷൻ സി 34-44. BNSന്റെ 34 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിനെ വിശദമാക്കുന്നു. ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ വകുപ്പ് ഏതാണ്? ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സെക്ഷൻ 24. സെക്ഷൻ 24 ഒരു കൂട്ടുപ്രതിയുടെ കുറ്റസമ്മതത്തിന്റെ പ്രാധാന്യം വിശദമാക്കുന്ന ഭാരതീയ സാക്ഷ്യ അധിനിയമത്തിലെ വകുപ്പ്. നിയമപരമായി ഒരു പങ്കാളി നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് BNSന്റെ 82-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? നിയമപരമായി ഒരു പങ്കാളി നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് BNSന്റെ 82-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ 7 വർഷം വരെ തടവും പിഴയും. 7 വർഷം വരെ തടവും പിഴയുമാണ് നിയമപരമായി ഒരു പങ്കാളി നിലനിൽക്കെ മറ്റൊരു വിവാഹം കഴിക്കുന്നതിന് BNSന്റെ 82-ാം വകുപ്പ് പ്രകാരമുള്ള ശിക്ഷ. പോണോഗ്രാഫിക് ഉപയോഗത്തിനായി ഒരു കുട്ടിയെ എന്തെങ്കിലും വസ്തുക്കളോ ചിത്രങ്ങളോ കാണിക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് വിശദമാക്കിയിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? പോണോഗ്രാഫിക് ഉപയോഗത്തിനായി ഒരു കുട്ടിയെ എന്തെങ്കിലും വസ്തുക്കളോ ചിത്രങ്ങളോ കാണിക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് വിശദമാക്കിയിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സെക്ഷൻ 11. സെക്ഷൻ 11 പോണോഗ്രാഫിക് ഉപയോഗത്തിനായി ഒരു കുട്ടിയെ എന്തെങ്കിലും വസ്തുക്കളോ ചിത്രങ്ങളോ കാണിക്കുന്നത് ലൈംഗിക അതിക്രമമാണെന്ന് വിശദമാക്കിയിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ്. സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ തുടങ്ങിയവ വിശദീകരിച്ചിട്ടുള്ള NDPS നിയമത്തിലെ അധ്യായം. സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ തുടങ്ങിയവ വിശദീകരിച്ചിട്ടുള്ള NDPS നിയമത്തിലെ അധ്യായം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി അധ്യായം 5A. അധ്യായം 5A ആണ് സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ തുടങ്ങിയവ വിശദീകരിച്ചിട്ടുള്ള NDPS നിയമത്തിലെ അധ്യായം. കൊക്കൈൻ, മോർഫിൻ പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ്? കൊക്കൈൻ, മോർഫിൻ പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ സി 6 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ. 6 മാസം മുതൽ 1 വർഷം വരെ കഠിന തടവോ 20,000 രൂപ പിഴയോ ഇവ രണ്ടും കൂടിയോ ഉള്ളതാണ് കൊക്കൈൻ, മോർഫിൻ പോലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചാലുള്ള ശിക്ഷ. വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനം അല്ലാത്തത് ഏത്? വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനാണ് വിവരാവകാശ നിയമം ബാധകമല്ലാത്ത സ്ഥാപനം അല്ലാത്തത്. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകുന്ന വിവരം തൃപ്തികരമല്ലാത്ത പക്ഷം അപേക്ഷകന് എത്ര ദിവസത്തിനകം 1-ാം അപ്പീൽ സമർപ്പിക്കാം? പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകുന്ന വിവരം തൃപ്തികരമല്ലാത്ത പക്ഷം അപേക്ഷകന് എത്ര ദിവസത്തിനകം 1-ാം അപ്പീൽ സമർപ്പിക്കാം? ആൻസർ ഓപ്ഷൻ എ 30 ദിവസത്തിനകം. പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർ നൽകുന്ന വിവരം തൃപ്തികരമല്ലാത്ത പക്ഷം അപേക്ഷകന് 30 ദിവസത്തിനകം 1-ാം അപ്പീൽ സമർപ്പിക്കാം. പ്രശസ്തരായ വ്യക്തികളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഏത് സൈബർ കുറ്റകൃത്യമാണ്? പ്രശസ്തരായ വ്യക്തികളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് ഏത് സൈബർ കുറ്റകൃത്യമാണ്? ആൻസർ ഓപ്ഷൻ സി സൈബർ സ്റ്റോക്കിംഗ്. സൈബർ സ്റ്റോക്കിംഗ് ആണ് പ്രശസ്തരായ വ്യക്തികളുടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്ന സൈബർ കുറ്റകൃത്യം.
IT നിയമത്തിലെ വകുപ്പ് 66C ഏത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ്? IT നിയമത്തിലെ വകുപ്പ് 66C ഏത് കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ എ, ഐഡന്റിറ്റി മോഷണം. IT നിയമത്തിലെ വകുപ്പ് 66C ഐഡന്റിറ്റി മോഷണവുമായി ബന്ധപ്പെട്ടതാണ്.